ഹലോ ഗൈസ്, വെൽക്കം ടു റിനിൽസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഒരു ക്രാഫ്റ്റിൻ്റെ. ഞാൻ 2 ചെയ്തുകൾ ഇന്ന് ഞാൻ കുറേ ചെയ്തു തരാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അത്ര സാധനങ്ങളില്ലേനു. ഈ പ്രാവശ്യം ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് എടുക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ജെംസിലോട്ട് അതിൻ്റെ വീട്ടിലുള്ള ജെംസ് ഉണ്ട്, ഒരു ക്യാൻഡി സാധനം, പിന്നെ ഒരു കപ്പ്, വേറെ കുപ്പി, പിന്നെ കുറച്ച് ഐസ്ക്രീമിൻ്റെ ഇങ്ങനത്തെ ഒരു കപ്സ്, നമ്മളെ സിസേഴ്സ്, പിന്നെ നമ്മളെ ഫാബ്രിക് പെയിൻറ്റ്. എന്നാൽ ഫാബ്രിക് പെയിൻറ്റ് കുറച്ച് വാങ്ങിച്ചത് ഈലാണ് ഉള്ളത്. പിന്നെ ഇത് വേറെ ഫാബ്രിക്, പിന്നെ സാധാ പെയിൻറ്റ് നമുക്ക് ഇവിടെ ഉണ്ട്. ആ ഒരു കളേഴ്സൊക്കെ നമുക്കുണ്ട്. പിന്നെ ഞാൻ ഈ പ്രാവശ്യം കുറച്ച് നല്ലൊരു ഗമ്മ് വാങ്ങിച്ചിരിക്കുന്നത്, കുറച്ച് ടൂത്ത് പിക്സ്, ഇങ്ങനത്തെ ടേപ്പ്, പെന്ന്, നമ്മളെ ഗ്ലിറ്റർ പേപ്പർ, പിന്നെ കുറേ സാധനങ്ങൾ, പിന്നെ ഇത് കുറച്ച് ബോട്ടിൽസ്, വേറത്, പിന്നെ നമ്മളെ ഐലൈനർ കവേഴ്സ്, പിന്നെ 2 ടൂത്ത് പിക്കും, പിന്നെ നമ്മളെ ഒരു ബുക്ക്. ഇതിനെ കൊണ്ടാണ് നമ്മൾ ഇന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്യാൻഡി എടുക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിന് വേണ്ടി ഈ ജെംസ് ബഡ്ഡിനുള്ളിൽ ഇതല്ല, നമ്മൾ വേറൊരു ജെംസ് ഇട്ടുന്നു. അപ്പോൾ അതിലില്ല, ഞാൻ കുറച്ച് 3 ജെംസ് വാങ്ങിച്ചിരിക്കുന്നു. പിന്നെ അതിന് വേണ്ടി ഇങ്ങനത്തെ ഒരു ബോട്ടിൽ, പിന്നെ നമുക്കൊരു ഇത് വെക്കും. ഇത് രണ്ടിനും പെയിൻറ്റ് ചെയ്യണം. അഥവാ പെയിൻറ്റ് ഇല്ലെങ്കിൽ നമുക്ക് കളർ പേപ്പർ കൊണ്ട് ഇങ്ങനെ. തൽക്കാലത്തേക്ക് ഞാൻ പെയിൻറ്റ് ചെയ്തോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സൈഡിൽ കട്ട് ചെയ്യും. ഞാൻ കാണിച്ചു ഈ ഒരു മെഷർമെൻറ്റിൽ കട്ട് ചെയ്യല്ല. മാർക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, വെച്ചാൽ ഓൾറെഡി ഇവിടെ ഒരു ലൈൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇത് ചെയ്താൽ മതി. പിന്നെ കുറേ സാധനങ്ങൾ ചെയ്യാണ്ട് ഒക്കെ ഞാൻ ഈ വീഡിയോ കാണിച്ചു കേട്ടോ. ഫസ്റ്റ് എന്നതാ നമ്മളിങ്ങനെ കട്ട് ചെയ്യണം. പിന്നെ മറ്റേ മാതിരി ഇങ്ങനെ കുത്തിട്ടൊന്നും ചെയ്യണ്ട, അച്ഛൻ ഇവിടെ ഓൾറെഡി ഒരു ഓപ്പണിംഗ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചിക്കുന്ന നമുക്ക് ഇങ്ങനെ കെട്ടിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്ക് ഒരു പേപ്പർ ഉപയോഗിച്ചിട്ട് ഇവിടെ കവർ ചെയ്യാനുണ്ട്. അതിന് വേണ്ടി പേപ്പർ നമുക്ക് ഇവിടെ ഉണ്ട്. ആ പേപ്പർ കൊണ്ട് ചെയ്യാം. അഥവാ നമ്മൾ ഇത് ഇവിടെയൊക്കെ വെട്ടിയിട്ട് ഇങ്ങനെ വെച്ചാലും മതി, ബ്ലൂ ചെയ്യാം. പക്ഷെ തൽക്കാലത്തേക്ക് നമുക്ക് പേപ്പർ ഉപയോഗിക്കാം. അപ്പോൾ വേറൊരു ബോട്ടിൽ എടുത്തിരിക്കുന്നത് പെപ്സിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ അതിനെ കൊണ്ട് ഞാൻ ഇവിടെ ഹോൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതിനാണ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്ന കൂടി ഫുൾ കട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങോട്ട് കട്ട് ചെയ്താ ഫുൾ റെഡി. ഇനി നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഫാബ്രിക് പെയിൻറ്റിൽ ഇതിൽ ഒരു തുണി ഉണ്ട്, അത് നമുക്ക് ഇവിടെ ഒന്ന് തുടയ്ക്കാം. തുടച്ച് കഴിഞ്ഞാൽ ഉള്ളത്തെ വെള്ളമൊക്കെ ഒന്ന് പോകും. ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ ഞാൻ കാണിച്ചത്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇങ്ങനത്തെ ഷേപ്പ് ഉണ്ടാക്കുക. എന്നാൽ ഞാൻ എക്സാമ്പിൾ കാണിച്ചത് ഇങ്ങനെ 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 കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അത് ഞാൻ ഒന്ന് ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മളെ ഈ പേപ്പർ ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു ഹോൾ ഉണ്ട്. അപ്പം നമുക്ക് ആ ഹോൾ എടുക്കാം.
ഒരു ഹോൾ ഉണ്ടാക്കി ഇനി നമുക്ക് കുറച്ച് എക്സ്പാൻഡ് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി മനസ്സിലാക്കാം. അപ്പോൾ ഗൈസ് ഞാൻ ഇങ്ങനെയൊക്കെ ഇവിടെ ഒരു ഹോളിട്ട് ഇനി നമ്മൾ ഇതാ ഇങ്ങനെ വെട്ടിയെടുത്ത സാധനം നമുക്ക് അതിലോട്ട് ഇടാം. ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, ഇട്ടിക്കുന്നത് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് പെയിൻറ് ചെയ്യാം. പെയിൻറ് ചെയ്യുന്ന മുന്നേ ഇങ്ങനെയുള്ളൊരു സർക്കിൾ നമ്മൾ എങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇവിടെ വെക്കുക. നമ്മൾ പെന്നോട് ഇങ്ങനെ സ്കെച്ച് ചെയ്യാം. സ്കെച്ച് ചെയ്താൽ വെട്ടിയെടുത്തിട്ട് ഇവിടെ മുകളിൽ ആക്കി വെക്കാം. അതൊക്കെ ചെയ്യുന്ന മുന്നേ നമുക്കത് ഫസ്റ്റ് ഒന്ന് പെയിൻറ് ചെയ്യാം. അപ്പൊ ഗൈസ് ഇനി നമ്മൾ ചെയ്യേണ്ടതാ ഈ കണ്ട ഈ കാർഡ്ബോർഡ് കൊണ്ട് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയൊരു ഉണ്ടല്ലോ, അതിന് വേണ്ടി ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് എന്താക്കുക വെട്ടിയെടുക്കുക. അപ്പൊ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ഒരു ബ്ലാക്ക് പെൻ ഉണ്ട് നമുക്ക് ഇവിടെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു മെഷർമെന്റ്സ് എടുക്കാം. മെഷർമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു എടുക്കാം. ഓക്കെ, അളവെടുത്തിട്ട് നമുക്ക് അവിടുന്ന് എഴുതാം. അപ്പൊ ഞാൻ അളവെടുത്തിട്ട് ഇനി നമുക്ക് ആ അളവിൽ കട്ട് ചെയ്യാം. അപ്പൊ ഗൈസ് ഈ ഒരു 3 ജംസ് ഞാൻ അൺബോക്സ് ചെയ്തേക്കുന്നത്. അതാ ഇത്രയും ജംസ് കിട്ടി. ഇനി നമ്മളെന്താ ചെയ്യുന്നത്, ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇവിടെ എന്ത് ആരെങ്കിലൊക്കെ തട്ടിയാൽ ജംസ് വീണു. അപ്പം അതിന് വേണ്ടി ഒരു പേപ്പർ നമുക്ക് ഇങ്ങനെ വെക്കാം. അത് നമുക്ക് വശമുണ്ട്, ഇത് പുതിയ വശമാണ്. ഈ ഒരു പേപ്പറിൻ്റെ സൈഡിൽ കൂടി നമുക്ക് ഈ ഒരു ഗ്ലൂ ഇങ്ങനെ തേക്കാം. ഓക്കെ, തേച്ചിട്ടൊന്ന് നമുക്ക് കൈകൊണ്ടൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ ക്യാൻഡി ഡിസ്പെൻസർ അത് നമ്മൾ ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ ഉള്ളിൽ ജംസും ഉണ്ട്. പിന്നെ നമ്മൾ പെയിൻ്റൊക്കെ ചെയ്ത് ഇനി നമ്മൾ റിവീലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു പാത്രം എടുത്തത് ജംസ് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഇത് ഇങ്ങനെ ആക്കുമ്പോൾ വരും എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ആക്കിയാൽ ഗൈസ് ഇന്ന് കിട്ടി. അപ്പോൾ നമ്മളെ ജംസ് കിട്ടിക്കുന്നു. ഇത് കുറേ ഞാൻ എടുത്തത് ഫുള്ള് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഒന്നൊന്നായിട്ട് എടുക്കാം. അപ്പം ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ വേറൊരു കാർഡ്ബോർഡ് എടുത്ത് അത് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഈ കാർഡ്ബോർഡ് ഞാൻ അതേമാതിരി തന്നെ അതേമാതിരി തന്നെ വെച്ച് പക്ഷെ വേറൊരു രീതിയിൽ ഇങ്ങനെ വെച്ച് ആ മുകളിൽ കൂടിയാണ് ഇതാണ് ഇങ്ങനെ ആക്കി. രണ്ടും അങ്ങനെ ആക്കിനു. പക്ഷെ ഞാൻ വിചാരിച്ചു പിന്നെ ഇങ്ങനെ വിചാരിച്ചു. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആക്കുമ്പോൾ അത് അവിടെ നിൽക്കും. പിന്നെ ഇത് ഇങ്ങനെ ആക്കുമ്പോൾ ജംസ് ഇരുന്ന് വരും. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇങ്ങനെ കാണിച്ചാൽ അതിങ്ങനെ തുറക്കാൻ പറ്റുമോ, ഇത് ഈസിയാണ് തുറക്കാൻ. അതിങ്ങനെ ആക്കി ഇതിവിടെ ഇങ്ങനെ പിടിക്കുക. ഈ സാധനം ഇങ്ങനെ ഇങ്ങനെ ആക്കുക. ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ളിൽ സാധനം ഉണ്ട്. ഇത് നല്ലോണം കൂട്ടാൻ മറന്നു. ഇപ്പം റെഡി. ഇനി നമ്മളിങ്ങനെ മടക്കുക, ഇത് ഇതിലേക്കിടാം. അപ്പം അങ്ങനെയാണ് നമ്മൾ ക്യാൻഡി ഡിസ്പെൻസർ ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.